ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. ഇതിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കുന്നത്. ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂടാൻ ഞാൻ കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്ക്. അപ്പം ഇതെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ 3 വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സവാള തിന്നായിട്ട് കട്ട് ചെയ്തതാണ്. ഇതാ കുറച്ച് കറിവേപ്പില മസാലയിലിടാൻ, പിന്നെ കുറച്ച് കിസ്മിസും കാഷ്നട്ട്സും. ഇത് 2 വലിയ ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ലെമൺ, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, പിന്നെ ഈ ഒരു സൈസ് ഇഞ്ചി, പിന്നെ ഇതാ 2 പച്ചമുളക്. പിന്നെ ഇത് കണ്ട, ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ഇടാൻ എടുത്തു വെച്ച കറിവേപ്പിലയാണ്. അപ്പം ആദ്യം തന്നെ കാണിക്കുന്നത് ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂടാൻ ഒരു മസാല റെഡിയാക്കുന്നതാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ 2 ടൊമാറ്റോൻ്റെ സ്ലൈസും, പിന്നെ ഇതുപോലെ 2 വെളുത്തുള്ളിയും, കുറച്ച് ഇഞ്ചിയും, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ച് സെയിം മിക്സിയിൽ തന്നെ നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കണം. പിന്നെ 2 പച്ചമുളകും ഇട്ടിട്ട് ഇതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ എടുക്കാം. ചിക്കനിലകത്തേക്ക് ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ചിക്കൻ വലിയ പീസസ് ആയതുകൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുളക് പൊടി ഒരു 4-5 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതുപോലെ ഞാൻ നേരത്തെ ആക്കി വെച്ച കറിവേപ്പിലേൻ്റെ മിക്സും പിന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഇതാ ഈ ഒരു പീസ് ഞാൻ മസാലയിലിടാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്യാതെയാണ് സാധാരണ ഉണ്ടാക്കൽ, അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബിരിയാണിയിൽ കോൺഫ്ലവർ ഒന്നും ചേർക്കാണ്ട് ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഞാനൊരു വെറൈറ്റിക്ക് ട്രൈ ചെയ്തതേനു. ഇനി ഇതാ ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തത്. പിന്നെ നേരത്തെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ കോരി മാറ്റാം. ഇനി ഇതുപോലെ കുറച്ച് കിസ്മിസ് ഇട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ കാഷ്നട്ട്സും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ചില ആൾക്ക് ഇത് ഇങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ സെയിം ഓയിലിൽ തന്നെ 2 ഏലക്ക, 3 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം സിനമൺ, പിന്നെ ഇതുപോലെ ബേ ലീഫ്, പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നേരത്തെ മാറ്റി വെച്ച പീസ് ഇതിലകത്തുനിന്ന് വേവിപ്പിക്കണം. ഇതൊരു ടിപ്പാണ് ചിക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ. പിന്നെ ഇതുപോലെ ഗീ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാലയിൽ പ്രത്യേകം ടേസ്റ്റ് കിട്ടും. ടൈം റൈസ് ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതുപോലെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തത് ചേർക്കാം. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുമ്പം അരി ഇട്ട് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനെയാണ് ഞാൻ എടുത്തത്. അപ്പം ഞാനിവിടെ 4 കപ്പ് അരിയും 6 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ മസാലയിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ ആക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് അത് ഒരു 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് സോട്ടായി കഴിഞ്ഞാൽ ഇതുപോലെ തക്കാളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നാൽ പൗഡേഴ്സ് ചേർക്കാം. ഞാൻ ഇതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയിൽ നല്ല ടേസ്റ്റ് കിട്ടും.
പിന്നെ ഫ്രൈഡ് ഓണിയൻ കുറച്ച് ചേർക്കുന്നുണ്ട്, അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് അതും കൂടി ചേർക്കാം. പിന്നെ ഇതാ ഹാഫ് ലെമൺ കൂടി ചേർക്കണം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഒരു കൈപ്പിടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മസാല ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ദമ്മ് ചെയ്യാനിടുന്ന ഈ ഫ്രൈഡ് ഓണിയനിൽ കുറച്ച് മല്ലിയിലയും 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആദ്യം ഇതുപോലെ റൈസ് ഇതുപോലെ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തത് കളറിന് വേണ്ടിയിട്ട് അതും കൂടി ഒഴിക്കാം. പിന്നെ ഫ്രൈഡ് ഓണിയനും ഇതുപോലെ ഗീയും ചേർത്ത് നെക്സ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. പിന്നെയും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ദമ്മ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ നല്ല സ്മെല്ല് വരും. പിന്നെ റൈസ് വേറൊരു സോസ് പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പ്രോസസ്സ് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എല്ലാ റൈസും ഇതുപോലെ ഇട്ടാൽ മസാലയിൽ കുറച്ച് റൈസ് ബാക്കി ഉണ്ടാവും. ഇതുപോലെ കളറ് മാറിയിട്ട് അത് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മസാല കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇതുപോലെ റെഡിയാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡിയായി. ഞാൻ കുറച്ച് സാലഡും കുറച്ച് പച്ചമുളകിൻ്റെ ചമ്മന്തിയും കൂടി സൈഡിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മസാലക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.